സർക്കാർ ഉദ്യോഗസ്ഥരെ പോലെ തന്നെ സമൂഹത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ സേവനമാണ് കർഷകരും നൽകുന്നതെന്ന് സ്വതന്ത്ര കർഷക സംഘം സംസ്ഥാന പ്രസിഡന്റ് കുറുക്കോളി മൊയ്തീൻ MLA പറഞ്ഞു. എന്നാൽ കർഷകർക്ക് അർഹിക്കുന്ന അംഗീകാരവും സംരക്ഷണവും ഇനിയും ലഭിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എടത്തല രാജീവ് ഗാന്ധി ഓഡിറ്റോറിയത്തിൽ നടന്ന സ്വതന്ത്ര കർഷക സംഘം എറണാകുളം ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു സർക്കാർ സർവീസ് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ എന്താണ് ജോലി ചെയ്യുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ നാടിന്റെ വളർച്ചയ്ക്ക്, അഭിവൃദ്ധിക്ക്, ദൈനംദിന കാര്യങ്ങളുടെ ഭരണ നിർവഹണത്തിന് അവിടെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിക്കേണ്ടത് അനിവാര്യമാണ്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥർ ഉണ്ടാകണമെങ്കിൽ സർക്കാരിന് അനവധി അധ്വാനങ്ങൾ നിർവഹിക്കാറുണ്ട്. പഠിപ്പ്, പരിശീലനം, ജോലിയുടെ ഇടം, അവന്റെ ശമ്പളം, പിരിഞ്ഞാൽ പെൻഷൻ, അവന്റെ സകലമായ സംരക്ഷണം, ഇതെല്ലാം കൊടുക്കുന്നത് സർക്കാരാണ്. എന്നാൽ ഈ സർവീസ് ഒരു തരത്തിൽ ഈ ഉദ്യോഗസ്ഥന്മാരില്ല എങ്കിലും ജനങ്ങൾ ജീവിക്കും. കാട്ടിൽ ജനങ്ങൾ ജീവിക്കുന്നുണ്ട്, ആദിവാസികൾ ജീവിച്ചിട്ടുണ്ട്. എന്നാൽ അവർക്ക് ജീവിക്കണമെങ്കിൽ ഒരു ഉദ്യോഗസ്ഥന്റെ അഭാവം ഉണ്ടായാൽ പ്രശ്നമുണ്ടാവില്ല. എന്നാൽ കാർഷിക രംഗം സജീവമായില്ല എങ്കിൽ ജീവൻ നിലനിൽക്കില്ല. ജീവൻ നിലനിൽക്കണമെങ്കിൽ ഭക്ഷണം വേണം. ഭക്ഷണം ഉണ്ടാക്കുന്ന പ്രക്രിയയുടെ പേരാണ് കൃഷി. ഈ കൃഷിയിലൂടെ നടത്തപ്പെടുന്ന സേവനത്തിന്റെ തലം, അതിന്റെ പ്രാധാന്യവും വലുപ്പവും ഭരണകൂടങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഫിഷറീസ് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് വി അബ്ദുൽ ഗഫൂറിന് ചടങ്ങിൽ സ്വീകരണം നൽകി. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം കുറെ നാളുകൾ നമ്മൾ മുറവിളി കൂട്ടിക്കൊണ്ടിരുന്ന കുറെ പ്രശ്നങ്ങൾ അത് പരിഹരിക്കാൻ വേണ്ടി നടപടിയെടുക്കാൻ ഗവൺമെന്റ് തുടങ്ങിയിരിക്കുകയാണ്. റബ്ബറിന്റെ വിലയെക്കുറിച്ച് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു. 200 രൂപയുണ്ടായിരുന്നത് 250 രൂപയാക്കി വർദ്ധിപ്പിച്ചു. അതുപോലെ തന്നെ മറ്റ് നെല്ല് സംഭരണത്തിന് കൃത്യമായി പൈസ കൊടുക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ നമ്മൾ പഴയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഇന്ന് കാർഷിക മേഖലയിലേക്ക് ആളുകൾ കടന്നു വരാൻ മടിക്കുന്ന ഒരു കാലഘട്ടം. നമ്മളിപ്പോൾ യുവ കർഷകരെ നമ്മൾ ഇരിക്കുന്നതിൽ എത്ര പേരുണ്ട് എന്ന് നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യുവാക്കളെ, ഈ വിദ്യാർത്ഥികളെ, യുവാക്കളെയൊക്കെ ഈ കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കുക എന്നുള്ളത് ഗവൺമെന്റിന് മുമ്പിലുള്ള ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയാണ്. സ്വാഗത സംഘം ചെയർമാൻ MK ലത്തീഫ അധ്യക്ഷത വഹിച്ചു. സ്വതന്ത്ര കർഷക സംഘത്തിന്റെ വേരോട്ടം ഈ ജില്ലയിൽ, നമ്മുടെ ഈ ഗ്രാമത്തിൽ നിന്നാണ്. പ്രിയങ്കരനായ VM അബൂക്കർ സാഹിബ്, നമ്മുടെ പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായിരുന്ന അബൂക്കറിന്റെ ഈ പ്രദേശത്ത് കർഷക സംഘം സംഘടിപ്പിച്ചു. നമ്മുടെ ജില്ലയിലും സംസ്ഥാനത്തും അതിന്റെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ളവരാണ്. അദ്ദേഹത്തിന്റെ അനുസ്മരണമൊക്കെ ഇതിലുണ്ട്. എന്തായിരുന്നാലും കർഷക സംഘത്തെ സംബന്ധിച്ചിടത്തോളം എന്ന് കർഷക സംഘം പരിപാടികൾ വെച്ചാലും അതിന്റെ പ്രവർത്തനത്തിന് എന്നും കൂട്ടായി ഞങ്ങളൊക്കെ ഉണ്ടാകും. ജില്ലാ ജനറൽ സെക്രട്ടറി ജലീൽ ആട്ട്മാൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ SKS സംസ്ഥാന വൈസ് പ്രസിഡന്റ് MM അലിയാർ മാസ്റ്റർ VM അബൂബക്കർ അനുസ്മരണം നടത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KM അബ്ദുൽ മജീദ്, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് SVC അഹമ്മദ് ഹാജി, കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് MM അബ്ദുൾ റഹ്മാൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് PP മുഹമ്മദ് കുട്ടി, മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ഇൻചാർജ് അഷറഫ് മൂപ്പൻ, മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ TM അബ്ബാസ്, KM അസൈനാർ, KH മുഹമ്മദ് കുഞ്ഞ, ജില്ലാ ട്രഷറർ PA അഹമ്മദ് കബീർ, വനിതാ ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷാജിദ നൌഷാദ്, മുസ്ലിം ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി PKA ജബ്ബാർ, STU ജില്ലാ സെക്രട്ടറി നാസർ മുട്ടത്തിൽ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ PM നാദിർ ഷാ, എടത്തല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഹിള കുഞ്ഞുമോൻ, വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ അക്സർ മുട്ടം, അഡ്വക്കേറ്റ് സനാദ് കുമാർ, മുസ്ലിം ലീഗ് എടത്തല പഞ്ചായത്ത് പ്രസിഡന്റ് അഷ്റഫ് വള്ളൂരാൻ, ജനറൽ സെക്രട്ടറി NK ജമാല, സ്വാഗത സംഘം കൺവീനർ KK അബ്ദുൽ സലാം ഇസ്ലാമിയ എന്നിവർ പ്രസംഗിച്ചു. സ്വാഗത സംഘം കൺവീനർ PM റഫീഖ നന്ദിയും പറഞ്ഞു.